മറ്റന്നാൾ അഥവാ തിങ്കളാഴ്ച സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ച് നമ്മുടെ സഹോദരങ്ങളായ ഗസയിലെ ഫലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഉസ്താദ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുന്നത്ത് നോമ്പെടുത്ത് ദുആ ചെയ്യുമ്പോൾ അല്ലാഹു തആല ആ കൈകളെ തട്ടൂല എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും സുന്നത്ത് നോമ്പെടുക്കേണ്ടത്. അറിയാലോ, നമ്മൾ 3 നേരം അല്ലെങ്കിൽ 4 നേരം അല്ല, വേണ്ടപ്പോഴൊക്കെ നമ്മളും നമ്മുടെ മക്കളും നല്ല ഭക്ഷണം കഴിക്കുന്നു. അസുഖം വന്നാൽ, പനി വന്നാൽ ചികിത്സിക്കുന്നു. ഉറക്കം വരുമ്പോൾ റാഹത്തോടെ കിടക്കയിൽ കിടന്ന് നമ്മൾ ഉറങ്ങുന്നു. നമുക്കൊരു കുറവോ ഒരു പ്രയാസമോ ഒരു ബുദ്ധിമുട്ടോ ഇല്ല. എന്നാൽ ഫലസ്തീനിലെ ആ പാവപ്പെട്ട സമൂഹം, അവർ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ പല ആളുകളും, പല കുട്ടികളും എല്ലും തോലുമായിട്ട് മരണപ്പെടുന്ന അവസ്ഥകൾ വരെ കണ്ടു. ചെറിയ മക്കൾ ഉമ്മയുടെ മുലയിൽ മുലപ്പാൽ വറ്റി കുടിക്കാനൊന്നുമില്ലാതെ ആ വാരിയല് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. അതിൻ്റെ മറുവശത്ത് ചില കുട്ടികൾ, ചില സഹോദരന്മാർ കൈകാലുകൾ നഷ്ടപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരിക്കലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഞങ്ങളൊന്ന് സഹായിക്കണം എന്ന് പറയുന്ന യാചിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടു. മറുഭാഗത്ത് ചികിത്സക്ക് പണമില്ലാതെ പ്രയാസപ്പെടുന്ന വേറൊരു സമൂഹം. ഇങ്ങനെ ഒരുപാട് 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 ദയനീയ കാഴ്ചകൾ നമ്മൾ കണ്ടു. അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് നമ്മളതൊക്കെ നമ്മുടെ മനസ്സിൽ അത് പോവുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റന്നാൾ എല്ലാവരും നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു രക്ഷ കിട്ടണം എന്നുള്ള നിലക്ക് എല്ലാ അർത്ഥത്തിലുള്ളൊരു ദുആ, നോമ്പനുഷ്ഠിച്ചിട്ടൊരു ദുആ നമ്മളെല്ലാവരും നടത്തണം. നമ്മൾ വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് നടത്തണം. മക്കളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം. ഉമ്മമാർ, ഭർത്താക്കന്മാർ എല്ലാവരും ആരും ഒഴിയാതെ നോമ്പനുഷ്ഠിച്ച് ദുആ ചെയ്യണം. നോമ്പിൻ്റെ നെയ്യത്ത് പ്രത്യേകമായിട്ട് നെയ്യത്തും ഇല്ല. തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പ് ഞാൻ അനുഷ്ഠിക്കുന്നു എന്ന നെയ്യത്തും വെച്ച് നോമ്പ് നോൽക്കുക, എന്നിട്ട് ദുആ ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ സഹോദരങ്ങളായ ഫലസ്തീനികൾക്ക് അല്ലാഹു തആല റാഹത്തും സന്തോഷവും നൽകട്ടെ. അവരുടെ ശത്രുക്കൾ അല്ലാഹു തആല പരാജയപ്പെടുത്തട്ടെ. അല്ലാഹു തആല അവർക്ക് സമാധാനവും ഇസ്സത്തും ഏറ്റി നൽകുമാറാവട്ടെ. അല്ലാഹു തആല വിട പറഞ്ഞു മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു തആല ഷഹീദിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർ സഹിക്കുന്ന ഈ പ്രയാസത്തിനും ബുദ്ധിമുട്ടിനൊക്കെ അല്ലാഹു തആല വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരിക്കലും നമ്മുടെ വീട്ടിൽ നമ്മളെ ഭക്ഷണങ്ങൾ ഒരു പറ്റുപോലും പാഴാക്കരുത്. അതിന് ഞങ്ങളെ സുന്നത്ത് കൂടിയാണ്. ഈ ഫിലിസ്തീൻ അംഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഒരു പറ്റുപോലും, അല്ലെങ്കിൽ കറിയിലെ ഒരു കഷ്ണം പോലും, അല്ലെങ്കിൽ തോരനിലെ ഒരു ഭാഗം തോരന്റെ കഷ്ണം പോലും നമുക്ക് ഒഴിവാക്കാൻ തോന്നൂല. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സറിഞ്ഞ് ഫിലിസ്തീനികളെ കണ്ടാൽ അവരെ മനസ്സിലാക്കിയാൽ നമ്മൾ ഒരിക്കലും വീടുകളിലോ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴോ വല്ല പരിപാടികളിൽ ഫംഗ്ഷന് പോകുമ്പോഴൊന്നും അവിടെ ഒന്നും ഒരിക്കലും ഭക്ഷണം നമ്മൾ പാഴക്കരുത്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ കഴിക്കുക. ഒരു വറ്റ് പോലും ഒഴിവാക്കാതെ, ഒരു തുള്ളി വെള്ളം പോലും ഒഴിവാക്കാതെ ഭക്ഷണത്തിനെ ഒന്ന് ബഹുമാനിച്ച് ആദരിച്ച്, ഇതൊക്കെ അല്ലാഹു തആല നൽകുന്ന വലിയ നിഅമത്തുകളാണെന്ന് മനസ്സിലാക്കി ശുക്ർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.